ഈ ഒരു കേക്കിന് ഓർഡർ തന്നത് നമ്മളുടെ സ്ഥിരം കസ്റ്റമറായ ലിബിന താത്താണ് കേട്ടോ. അപ്പം ആൾ എനിക്കൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിരുന്നു. അതിൽ ഭയങ്കര റെഡ് കളറാണ് കേട്ടോ. അപ്പം ഞാൻ ആളോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, അത്ര നല്ലതൊന്നല്ല, കഴിക്കുമ്പോൾ വായയിലൊക്കെ ആവും കൈമളൊക്കെ ആവും, നല്ല കളറാവുന്നതാണ്. അപ്പോൾ ആൾ എന്നാൽ നീ റെഡ് കളർ കുറച്ചിട്ട് ചെയ്താൽ മതി, റെഡ് കളർ തന്നെ മതി, റെഡ് കളർ കുറച്ചിട്ട് ചെയ്താൽ മതി എന്നിട്ടാ. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഫുള്ളും വൈറ്റ് കളർ വെച്ചിട്ട് വൈറ്റ് ക്രീം സാധാ നോർമൽ ക്രീം വെച്ചിട്ടാണ് ഫുള്ള് ഫിനിഷിങ് ചെയ്തിരുന്നു. പിന്നെയാണ് ആലോചിച്ചത് ആൾ റെഡ് കളർ കുറച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് കേട്ടോ. അപ്പം നമ്മളിത് ഇതേപോലെ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അധികം അവർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ഇതേപോലെ സെറ്റ് ആക്കിയിട്ട് സൈഡിൽ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഈ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാൻ ഇത്തിരി എന്നല്ല കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നും കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ഉള്ളവർക്കും സ്ഥിരമായിട്ട് ചെയ്യണവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ഈ ഒരു ഡിസൈൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഇത്തിരി നീറ്റിൽ കിടന്നോളൂ. പിന്നെ കസ്റ്റമർ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് വെക്കാനാണ് പറയുക. അപ്പോൾ ഞാൻ ചെറിയൊരു റോസപ്പ് വെച്ച് കൊടുത്തു. ഫസ്റ്റത്തെ കുഴപ്പമില്ല, രണ്ടാമത്തെ വെച്ച് കൊടുത്തപ്പോൾ അത് താഴെ വീണ് പോയി. അപ്പോൾ പിന്നെ ഞാനതെടുത്ത് നമ്മൾ ഈ ഒരു നോസിൽ ഡിസൈനിൽ ഈ വർക്കാണ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മൾ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊരു ബോർഡറും വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ പറഞ്ഞത് തന്നെയാണ് അടിയിൽ ഇങ്ങനെ ബോർഡർ സെറ്റാക്കി തരാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ബോർഡറൊക്കെ സെറ്റാക്കി പിന്നെ ആളുടെ 2 പിള്ളേരുടെയും നെയിമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.